പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായി നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് പകലിലും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇരുന്നവനും ഇരിക്കുന്നവനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ കർത്താവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാ. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദങ്ങളുമാകിയ എല്ലാവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദുഷ്ടനാരെയും തൊടുവാൻ, ദൃഷ്ടി വെക്കുവാൻ, തകർത്ത് കളവൻ അവിടുന്ന് അനുവദിക്കുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമ്പൂർണമായി താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും അവിടെ നിറയ്ക്കണമെന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവൻ ദൈവം കൂടെ ഇരിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. രാത്രി സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വചനം വേഗത്തിൽ പങ്കുവെച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളെയും അറിയുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പഴനീപ്പു പോലെ, ശോധനയിൽ ചൂളയറിൽ പൊന്നു പോലെ. താഴ്വരയിൽ മുള്ളുകളിൽ പൊന്നിപ്പൂ പോലെ, ശോധനയിൽ ചൂളയറിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി
നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. എല്ലാ കണ്ണുനീരിനും നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോലെ, ചോദനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോലെ, ചൂളയതിൽ പൊന്നുപോലെ, താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോലെ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും കർത്താവേ നിന്റെ സാന്നിധ്യം മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം മതി കർത്താവേ. കഷ്ടതയായാലും വേദനയായാലും തോൽവിയായാലും പ്രതികൂലമായാലും പ്രതിസന്ധിയായാലും കർത്താവേ നിന്റെ സാന്നിധ്യം മതി എനിക്ക്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആമേൻ അതെ ഈ ഭൂമിയിൽ അവിടുത്തെ മുഖം കണ്ടുണരുവാൻ, ഹല്ലേലൂയ, അവിടുത്തെ കൃപയുണ്ടെങ്കിൽ ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും എനിക്ക് നിലനിൽക്കുവാൻ കഴിയും എന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്റെ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ മുമ്പോട്ട് എന്ത് ചെയ്യരുത്? അയക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരകളടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ കഷ്ടതയിൽ ആശ്വസിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അതെ നിങ്ങളെ ശക്തീകരിക്കുന്ന നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു നല്ല ദൈവത്തെ കുറിച്ചത്രേ ഇന്ന് രാത്രി അതെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന വചനം. അതിനാധാരമായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ് ഇന്ന് രാത്രി വായിക്കുവാൻ, ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഹല്ലേലൂയ. വായിക്കാം. യെശയ്യാവ് 54:11. ആമേൻ. അരിഷ്ടതയും ആമേൻ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസം മറ്റവളും ആയുള്ളവേ. ഹല്ലേലൂയ. ഞാൻ നിന്റെ കല്ലു അജ്ഞനത്തിൽ പതിക്കുകയും നീല കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഹല്ലേലൂയ. വായിച്ചാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീല കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഹല്ലേലൂയ. കഷ്ടത അനുഭവിക്കുന്നവൻ, ഹല്ലേലൂയ, കൊടുങ്കാറ്റ് ആമേൻ വലിച്ചെറിയുന്ന അനുഭവം, ഹല്ലേലൂയ, ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ആരുമില്ലാതിരിക്കുമ്പോൾ ഇതാ ഞാൻ നിന്റെ കല്ലുകൾ ഭംഗിയുള്ള നിറങ്ങളിൽ ഇടുകയും നീല കല്ലുകൊണ്ട്
ആമേൻ അത് കല്ലുകൾ കൊണ്ട് അടിത്തറ ഇടുകയും ചെയ്യും എന്ന് സർവശക്തനായ ദൈവം ഹല്ലേലൂയ തകർന്നു കിടക്കുന്ന, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷ ആമേൻ ഇല്ലാതായിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് അതേ പ്രവാചകൻ അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ പ്രവാചകനിലൂടെ ദൈവം അത് ഇടപെടുകയാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസം ഇല്ലാതായിരിക്കുന്ന അനുഭവത്തിൽ ആമേൻ അതെ ഇനി മറുകര കാണുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ ആശയറ്റ് കഴിയുന്ന വ്യക്തി ജീവിതത്തിൽ ആമേൻ പ്രത്യാശ ഉളവാക്കുന്ന ആമേൻ ഉയരത്തിലെ സന്ദേശം ഇന്ന് രാത്രി ഇസ്രായേൽ ജനത്തോട് ആമേൻ യെശയ്യാ പ്രവാചകനിലൂടെ കേൾപ്പിച്ചത് ആമേൻ അതെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രത്യാശ ഉളവാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനം ഹല്ലേലൂയ അല്പം സമയം മുൻപോട്ട് പോയെങ്കിലും ആമേൻ ദ്രുതഗതിയിൽ ദൈവം നൽകിയ ദൂത കൈമാറി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ ഈ രത്നങ്ങൾ യെരൂശലേമിന്റെ ഭാവി മഹത്വത്തെ എന്ത് ചെയ്യാണ് സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ ആമേൻ യെരൂശലേമിന്റെ ഈ ശൂന്യാവസ്ഥ, ഈ തകർന്നു കിടക്കുന്ന അനുഭവം മാറി പ്രത്യാശിക്കുവാനും സന്തോഷിക്കുവാനും കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് അതെ അവരെ തേജോമനായ ദൈവം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശക്തനാണെന്നുള്ള ദൂത അവരെ കേൾപ്പിച്ച ജനത്തെ അത് നയിക്കുന്ന ആമേൻ അതെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ സന്ദേശം യെശയ്യാ പ്രവാചകനിലൂടെ അത് കേൾപ്പിച്ച അതേ ദൈവം ഇന്ന് രാത്രി ആ വചനത്തിലൂടെ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന ജനത്തെ കേൾപ്പിച്ച് അത് പ്രത്യാശയോടെ നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിക്കുവാൻ ശക്തനായ ദൈവം അത് തുടർന്ന് സംസാരിപ്പാൻ തക്കൊന്നും ഇടയാകേണ്ടതിനായി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അരിഷ്ടയും കൊടുങ്കാറ്റിൽ അടിക്കപ്പെട്ട് ആശ്വാസം മറ്റവളുമായുള്ളവേ ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഹല്ലേലൂയ ഞാൻ നിന്റെ താഴിക കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. ഹല്ലേലൂയ അതെ ദൈവത്തിന്റെ മക്കൾ വിവേകം ആമേൻ ഉള്ള ആമേൻ ഒരു മികച്ച തുടക്കമാണ്. ഹല്ലേലൂയ ആമേൻ അതെ ദൈവജനത്തിന് ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ ആമേൻ വചനം വായിച്ച് ആമേൻ അതനുസരിച്ച് വേണം ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കൾ ജീവിക്കേണ്ടത്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസികൾ ദൈവവചനത്തിൽ ആശ്വസിക്കേണ്ട സമയമാണിത്. ആരെങ്കിലും നിങ്ങളെ ആശ്വസിപ്പിക്കുവാനോ അതെ ഉത്ബോധിപ്പിക്കുവാനോ കാത്തിരിക്കേണ്ട സമയമല്ല ഇത്. ഈ പ്രശ്നത്തിനകത്ത് നിന്ന്, ഈ പ്രതികൂലത്തിനകത്ത് നിന്ന്, ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് ആരാണ് വന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരുന്നത്? ആരാണ് ബുദ്ധി പറഞ്ഞു തരുന്നത്? ആരാണ് ഈ സമയത്ത് എന്നെ ശക്തീകരിപ്പാൻ എന്റെ കൂടെ ആയിരിക്കുന്നത്? അങ്ങനെ ചിന്തിച്ച് സമയം പോക്കുവാനുള്ള സമയമല്ല ഇത്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസികൾ ദൈവവചനത്തിൽ ആശ്വസിക്കേണ്ട സമയമാണിത്, സന്തോഷിക്കേണ്ട സമയമാണിത്, ബലപ്പെടേണ്ട സമയമാണിത്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിൽ ബലം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഒരു മാനുഷിക കരവും ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതയിലായിരിക്കുന്ന യോഹന്നാന് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും, ഒരു മനുഷ്യന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും, അവനെ മാർഗോട് ചേർത്തി സ്നേഹിച്ച യേശുവിലൂടെയുള്ള ആമേൻ അതെ ആ സ്നേഹം അനുഭവിച്ച യോഹന്നാന് അതെ കർത്താവിന്റെ സാന്നിധ്യം ഏകാന്തതയിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നിങ്ങൾ ഒരു ദൈവം മകനെന്ന നിലയിൽ ഹല്ലേലൂയ അതെ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ഹല്ലേലൂയ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആദ്യം നിങ്ങളുടെ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ തക്കവണ്ണം ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ആമേൻ മറിയയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച യേശു ക്രിസ്തുവിലൂടെയുള്ള ആമേൻ ആശ്വാസവും സമാധാനവും
സന്തോഷവും അനുഭവിപ്പാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഇന്ന് രാത്രി സമാധാനം നഷ്ടപ്പെട്ടവരെ പോലെ ആമേൻ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുവാനല്ല, അതെ ദൈവം തന്റെ പുത്രന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി അവിടുത്തെ മക്കളെന്ന പദവി നൽകി ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നതാ. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം തന്റെ ജനത്തെ നിറപ്പാൻ ശക്തിയുള്ളവനാണ്. ഇന്ന് രാത്രി ദിവ്യ സമാധാനം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നിങ്ങൾ ഒരു ദൈവ മകനെന്ന നിലയിൽ ഹല്ലേലൂയ അതെ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഹല്ലേലൂയ ആദ്യം നിങ്ങളുടെ കഷ്ടതയിൽ അത് ഇറങ്ങി വന്ന് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ അതെ വരുന്നത് സ്വർഗത്തിലെ ദൈവം അയച്ച ആമേൻ തന്റെ പുത്രനായ ക്രിസ്തുവും തന്റെ ആത്മാവുമാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവരാണ്. അവൻ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് രാത്രി കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഒരു മാനുഷിക ശബ്ദമല്ല, ഒരു മാനുഷിക കരമല്ല, ഒരു മാനുഷിക നന്മയല്ല, അതേ ദൈവ പൈതൽ എന്ന നിലയിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അതേ ഇടയാകുന്നത് ദൈവം ഒരുക്കുന്ന നന്മയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കുന്നവനല്ല, അവനെ ആശ്വസിപ്പിക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനം ഹല്ലേലൂയ അതേ വെളിപ്പെട്ട് കിട്ടിയവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ. അതേ ആശ്വാസം പെരുകി വരത്തക്ക വിധത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ആ ബുദ്ധി നിമിത്തം മുഖം തകരുകയാണ്. നിന്നെ തകർത്ത് കളയുമെന്ന് വാദികെട്ടി ജോലി മേഖലയിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, കുടുംബ ജീവിതത്തിനകത്താകട്ടെ, നിന്റെ തലമുറയാകട്ടെ, ജീവിത പങ്കാളികളെ ആകട്ടെ, കൂടപ്പറപ്പിനെ ആകട്ടെ തകർത്ത് കളയുമെന്ന് ഭീഷണി മുഴക്കി അതെ പിന്തുടരുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ആമേൻ. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. ആമേൻ. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ഹല്ലേലൂയ. സഹോദരന്മാരെ, ആസ്തിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാണ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. കർത്താവിന്റെ വേലയുടെ മുഖത്ത് കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ കൃപ ലഭിച്ച ആമേൻ അതേ വെളിപ്പാടിൽ നിൽക്കുന്ന അഭിഷക്തന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു പൊങ്ങിയ അനുഭവത്തെ താൻ എടുത്ത് അതേ തന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ പുതിയ നിയമ അതേ ദൈവജനം ഉറയ്ക്കുവാൻ, ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചെടുക്കുവാൻ സ്വന്തം ജീവിത അനുഭവങ്ങളെ ആത്മാവിൽ പങ്കുവെക്കുകയാണ്. ആമേൻ. സഹോദരന്മാരെ, ആസ്തിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം ഹല്ലേലൂയ നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തില്ല, മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുവാണ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ താങ്കളുടെ അനുഭവമായിരിക്കാം ആയിരിക്കുന്ന ദേശത്ത് ഇനി ജീവനോട് ഇരിക്കുമോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, കഷ്ടതകൾ ഒക്കെ ജീവിതത്തിൽ അടിക്കടിയായി കടന്നു വരുന്നുണ്ടാകാം. അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അതെ, താങ്കൾ കടന്നു പോകുന്ന അനുഭവമായിരിക്കാം. ഒരുപക്ഷെ ഹല്ലേലൂയ ഇന്ന് രാത്രി അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ തന്റെ കൂടെയുള്ളവരെ ചേർത്തി പറയുകയാണ്, അതെ ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന
ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം, അതേ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം അതേ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെയും മറിയയുടെയും ഭവനത്തിൽ ഹല്ലേലൂയ നാഥനായിരുന്നു. ആമേൻ. ആ നാഥനായിരുന്ന ഭവനത്തിലെ പ്രിയനായ ലാസർ മരിച്ചു. ഹല്ലേലൂയ. അതെ അടക്കം ചെയ്തു. സഹോദരിമാര് കണ്ണുനീരോടെ ദുഃഖത്തോടെ ആയിരിക്കുന്ന സമയത്ത് യേശു കർത്താവ് അവരുടെ ഭവനത്തിലേക്ക് ചെന്നു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ് അവരെ വിശ്വാസത്തിന്റെ ചുവടുകളെ വെപ്പിച്ച് കല്ലറയുടെ മുന്നിൽ നിന്ന് അരുമനാഥൻ വിളിച്ചു, ലാസറേ പുറത്തു വരിക. അവന്റെ വാക്കിന്റെ മുമ്പിൽ അത് ജീർണിച്ചു തുടങ്ങിയ 4 ദിവസം പിന്നിട്ട ലാസർ അതേ ജീവനോടെ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി അതേ സംസാരിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി മരണപാശങ്ങൾ അതേ ചുറ്റിയാലും പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവവൈതലെ അനുഭവത്തിൽ നിന്ന് അഭിഷക്തൻ പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ കഷ്ടതയിലൂടെ വേദനയിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവവൈതലെ നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെ വെളിപ്പെടുത്തുവാനാ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. ആ ക്രിസ്തുവിനെ വിശ്വസിച്ച് കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവവൈതലെ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് അനേകരോട് അതെ വെളിപ്പെടുത്തുവാൻ മഹിമ കണ്ട സാക്ഷിയായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ നിയോഗം പ്രാപിച്ച അഭിഷേകനെ അതെ ഇന്നലകളിൽ അതെ നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട ദുഷ്ടന്റെ പദ്ധതിക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ അവന്റെ പദ്ധതിയിൽ നിന്ന് വിടുവിച്ച ദൈവം ഇനിയും വിടുവിക്കും. ഹല്ലേലൂയ. അവൻ മേലാലും വിടുവിക്കും. ഹല്ലേലൂയ. അതേ അഭിഷേകനെ, അതേ സഹോദരി, അതേ മാതാവേ, അതേ കൂടപ്പറപ്പേ, ഇന്നലകളിലേക്ക് നീ തിരിഞ്ഞു നോക്കിക്കേ. കഴിഞ്ഞ വർഷം അതേ നേരിട്ട ആ വലിയ വിപത്തിനകത്ത് നിന്ന് ദൈവം നിനക്ക് നീക്കുപോക്ക് നൽകിയെങ്കിൽ അതേ ആ മരണക്കിടക്കയിൽ നിന്ന്, ആ രോഗക്കിടക്കയിൽ നിന്ന്, ആ വലിയ ത്യാഗത്തിൽ നിന്ന്, ആ വലിയ എതിർപ്പിൽ നിന്ന്, ആ വലിയ ഭീഷണിക്കകത്ത് നിന്ന്, ആ തടക്കണിക്കകത്ത് നിന്ന്, ആ തകർച്ചക്കകത്ത് നിന്ന്, ആ പകർച്ചവ്യാധിക്കകത്ത് നിന്ന് ഇന്നലകളിൽ ദൈവം നിന്നെ വിടുവിച്ചെങ്കിൽ ഇന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനാ. അവൻ മേലാലും വിടുവിക്കും. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ അന്ന് ദൈവം വിടുവിച്ചെങ്കിൽ, നിന്റെ ജീവിത പങ്കാളിയെ അന്ന് വിടുവിച്ചെങ്കിൽ, നിന്റെ കൂടപ്പുറപ്പിനെ അന്ന് വിടുവിച്ചെങ്കിൽ, അതെ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കെതിരെ ശത്രുവായി പ്രബലപ്പെട്ട നീ ചെയ്യാത്ത കുറ്റത്തിന് നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടപ്പോ, നിന്നെ അത് ഒഴിവാക്കുവാൻ പിശാച് ശ്രമിച്ചപ്പോ അവന്റെ പദ്ധതിയെ തകർത്ത് നിന്നെ അവിടെ നിർത്തിയെങ്കിൽ ഇനിയും നിന്നെ നിർത്തുവാൻ ദൈവം ശക്തനാണ്. മേലാലും ഹല്ലേലൂയ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. പരസ്പരമുള്ള പ്രാർത്ഥന, ആമേൻ, പ്രാർത്ഥന പങ്കാളിത്തം, ആമേൻ, നമ്മൾക്ക് ബലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ആമേൻ തത്സമയ പ്രാർത്ഥനയുമായി സ്നേഹധീരം ഫാമിലി നിങ്ങളോടൊപ്പം കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് അത് പ്രാർത്ഥനയിൽ പങ്കാളികളാകാം. അതേ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പിശാച് പരാജയപ്പെടും. ഹല്ലേലൂയ. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പല മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ കൂട്ടായ്മ നിമിത്തം അനേകര് ദൈവത്തിന് സ്തോത്രം പറയുവാൻ ഇടവരുമെന്ന്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ജീവിതവും തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും തന്നിലൂടെ നൽകപ്പെട്ട ലേഖനങ്ങളും അനേകർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും ഉത്തേജനത്തിനും ആമേൻ അവരുടെ കഷ്ടതയിൽ അവർ മുന്നോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ ബലം അവർ പ്രാപിക്കുവാനൊക്കെയും ഇടയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഷ്ടത. ഹല്ലേലൂയ. ആമേൻ. അത് 17 തവണ ഹല്ലേലൂയ ആ വാക്ക് അവിടെ ആമേൻ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ പ്രോത്സാഹനം, കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം. ഹല്ലേലൂയ. അതെ ആ ഉത്സാഹം ഉണ്ടാകും
കഷ്ടതയ്ക്കകത്തക്ക വിധത്തിലുള്ള അനവധി വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കഷ്ടപ്പാടുകൾ തുടങ്ങിയ ആമേൻ അനുഭവങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ഹല്ലേലൂയ, ആമേൻ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ ആമേൻ ജീവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആ കരുണ അനുഭവിച്ച, ആ കൃപ പ്രാപിച്ച അഭിഷേകൻ പറയുകയാണ്, ആമേൻ, നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടതയ്ക്കകത്ത് തകർന്നു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷത്തിൽ കവിഞ്ഞു വരത്തക്ക വിധത്തിൽ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നുവെന്ന് പറഞ്ഞ ആ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് ആമേൻ. അതേ അഭിഷേകൻ പറയുകയാണ്, നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലുതാ, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയതാ, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എന്ത് ചെയ്യുന്നു? കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ എന്ത് ചെയ്യാണ്? ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ശക്തനാകുന്നു. ഹല്ലേലൂയ. ലോകത്തിലെ ഏതെങ്കിലും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തുവാനല്ല, ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ലോകത്തിലെ ഏതെങ്കിലും ഒരു ക്ലബിന് വേണ്ടിയല്ല, ഒരു സെന്ററിന് വേണ്ടിയല്ല, പിന്നെയോ ഒരു നേതാവിന് വേണ്ടിയല്ല, പിന്നെയോ ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. അതെ, ബലഹീനത. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ഒരു ദൈവ പൈതലായി മാറിയത് കൊണ്ട് നീ ക്രിസ്തുവിന് വേണ്ടി, അത് ബലഹീനത, ഹല്ലേലൂയ, അതെ, നിനക്കെതിരെ കയ്യേറ്റം ചെയ്യുന്നവർ, ഹല്ലേലൂയ, ഉണ്ടായേക്കാം. ആമേൻ. ക്രിസ്തു നിമിത്തം, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ നീതി നിമിത്തം, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വചന നിമിത്തം, ഹല്ലേലൂയ, നീ ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതേ, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ അതേ ശക്തരാകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ നിന്റെ മേൽ വെളിപ്പെടുത്തി നീ അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി മാറത്തക്ക വിധത്തിൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി അവിടുത്തെ അഭിഷേകം ഏറ്റുവാങ്ങിക്കൊണ്ട് അനേകരെ ആശ്വസിപ്പിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവകൃപയുടെ അഭിഷേകത്തിന്റെ ജ്വാലയുമായി ലോകത്തിന്റെ അറ്റത്തേക്ക് പോകുവാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് രാത്രി അറിവുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. തന്റെ കഷ്ടപ്പാടുകളും ആമേൻ തനിക്ക് ആമേൻ നല്ലതാണെന്ന് അദ്ദേഹം ആമേൻ തിരിച്ചറിയുകയാണ്. പൗലോസ്ലീഹ ആമേൻ ഈ കഷ്ടത നല്ലതാണെന്ന് തിരിച്ചറിയുകയാണ്. ആശ്വസിപ്പിക്കുന്നവൻ എന്ന നിലയിൽ ദൈവത്തെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിലേക്ക് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുകയുണ്ടായി. ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അനുഭവിച്ചറിഞ്ഞു, ആമേൻ, ഈ കഷ്ടതയ്ക്കകത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളും ആമേൻ എത്ര പേർ ആശ്വാസം പ്രാപിക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ ആമേൻ അതെ അത്തരമുള്ള മാധുര്യമുള്ള ആശ്വാസം അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ പ്രവർത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കും. ഹല്ലേലൂയ. അത് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? പകർന്നിരിക്കുകയാ. ദൈവമക്കളെ, ഭാരം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, ഹല്ലേലൂയ, കഷ്ടത വരുമ്പോൾ പ്രത്യാശയില്ലാത്തവരെ പോലെ അതേ അവിവേകം കാട്ടി തീർന്നു പോകുവാനല്ല ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവനെ കൈക്കൊള്ളുന്നവരെ ദൈവമൈതലാക്കി മാറ്റി
ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ഈ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം അവരെ സകല സത്യത്തിലും അതേ നേർ വഴിയിലും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തി ആമേൻ അതേ മുമ്പോട്ട് നടത്തുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ കാരണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഹല്ലേലൂയ അതേ നാം ശക്തരായി മാറത്തക്ക വിധത്തിൽ ആമേൻ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി എന്ത് ചെയ്യുന്നു? ഫലിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ഹല്ലേലൂയ അത് ഇടയായി തീരത്തക്ക വിധത്തിൽ ചില കഷ്ടതകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില പ്രതിസന്ധികൾ നമ്മെ അതിലേക്ക് നയിപ്പാൻ നിമിത്തമായി വരികയാണ്. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ആമേൻ ഞങ്ങൾ മരിക്കുമെന്ന ഉള്ളിൽ നിശ്ചയിക്കേണ്ടി വന്നു. അതേ പ്രിയമുള്ളവരെ, ലോകരാജ്യങ്ങളിൽ അനേകര് കൊറോണ നിമിത്തം മഹാമാരി നിമിത്തം ഭീതിയോടായിരിക്കുമ്പോൾ ഹല്ലേലൂയ മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയ അപ്പോസ്തലന്മാർ പറയുകയാണ്, അതേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അതേ ദൈവമക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ യഥാർത്ഥ നിത്യതയിൽ ഹല്ലേലൂയ കൂടുതൽ മഹത്വം ഉളവാക്കുന്നു എന്ന് അദ്ദേഹം ഹല്ലേലൂയ അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ നന്നായി മനസ്സിലാക്കി. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. അതേ കർത്താവിന്റെ നാമനിമിത്തം അതേ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ ഹല്ലേലൂയ അതേ ദൈവമക്കൾ എന്ന നിലയിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നിത്യതയിൽ കൂടുതൽ മഹത്വബന്ധിയും ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതേ ആ ജീവിതത്തിന് അനുരൂപമായി അതേ ചേർന്ന് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവർക്ക് എന്തുണ്ട്? കഷ്ടതകളുണ്ട്. ഹല്ലേലൂയ. തൽഫലമായി ഉണ്ടാകുന്ന ബലഹീനതയും ആമേൻ അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവനിൽ ദൈവത്തിന്റെ ശക്തി അതേ വർദ്ധിക്കുവാനും അത് വെളിപ്പെടുവാനും ഇടയായിത്തീരും. എത്രത്തോളം കഷ്ടത വർദ്ധിക്കുന്നുവോ അത്രത്തോളം ആശ്വാസം അതേ നമ്മളിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത്, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതേ പ്രിയമുള്ളവരെ, ആമേൻ ദിവസങ്ങൾ ചെല്ലുന്നോറും അതേ കഷ്ടതകൾ വർദ്ധിക്കുന്നുവെന്ന് തോന്നുന്നു, പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് തോന്നുന്നു, ഒറ്റപ്പെടുന്നുവെന്ന് തോന്നുന്നു, അതേ മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നുവെന്ന് തോന്നുന്നു. എന്നാൽ ഒറ്റയ്ക്കല്ല, കഷ്ടങ്ങളിൽ പങ്കാളിയായി ആമേൻ ഏറ്റവും അടുത്ത് ആമേൻ കർത്താവായ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്നാ ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കവും ആമേൻ സഹിപ്പാൻ എന്ത് ചെയ്യാണ്? ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിനാ? അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും, നിധിക്കായി ചെയ്യുന്നതിനും അധികം അവർ അതിനായി ആമേൻ കുഴിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അതേ ശത്രുവായവൻ അതേ വെല്ലുവിളി കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ നിന്റെ ചിന്തയെ പിശാച് തിരിച്ചു വിടും. ഹല്ലേലൂയ. എന്നാൽ കഷ്ടതകളും കഷ്ടപ്പാടുകളും ഹല്ലേലൂയ കാരണം പൗലോസ് കൂടുതൽ ആഴത്തിൽ ഹല്ലേലൂയ ആത്മാവിനെ അനുഭവിച്ചറിയുവാൻ, യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ, അതേ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ ഓരോ കഷ്ടതകളും ഓരോ കഷ്ടപ്പാടുകളും ഓരോ ഞെരുക്കങ്ങളും ഓരോ ഉപദ്രവങ്ങളും നിമിത്തമായി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കഷ്ടതകൾ വർദ്ധിക്കുമ്പോ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പീഡകൾ ഹല്ലേലൂയ കടന്നു വരുമ്പോ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും
കൃപയുമുള്ളവനാ, ദീർഘക്ഷമയുള്ളവനാ, മഹാദയയും വിശ്വസ്തതയുമുള്ളവനാ. ഹല്ലേലൂയ. കരുണയുള്ളവൻ, കൃപയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, മഹാദയാലുവായവൻ, വിശ്വസ്തനായവൻ. അതേ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവനാ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവം യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവനാ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ആമേൻ. നമ്മുടെ അകത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെ നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പാപം ചെയ്ത് അകന്നു പോയ ഒരു വ്യക്തി എന്ന നിലയിൽ കണ്ണീരും ദുഃഖവും പേറി കഴിയുന്ന ആമേൻ ഒരു അനുഭവമാണ് ഇന്ന് രാത്രി നിന്റേതെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുന്ന ദീർഘക്ഷമയുള്ള മഹാദയാലുവായ ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഹല്ലേലൂയ. നമ്മുടെ അകത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നിന്നോട് മനസ്സലിയുന്ന കരുണ കാണിക്കുന്ന ആമേൻ ഒരു കർത്താവ് നമ്മുടെ നടുവിൽ ആമേൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മെ പ്രോത്സാഹിപ്പിക്കുവാൻ, അത് നമ്മെ ബലപ്പെടുത്തുവാൻ, നമുക്ക് ആശ്വാസം അനുഭവിക്കുവാൻ ദൈവം തന്റെ വചനത്തിലൂടെയും അവന്റെ സാന്നിധ്യത്തിലൂടെയും തന്റെ ജനത്തെ നിരന്തരം ആശ്വസിപ്പിക്കുവാൻ ഇടയായിത്തീരുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 23:4 ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ആമേൻ. എവിടെ പോയി ആരോട് ചോദിച്ചാൽ എങ്ങനെ എന്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ച് പലവട്ടം നീ ഹല്ലേലൂയ പലരെയും അന്വേഷിച്ച് ആരെയും കണ്ടുകിട്ടിയില്ല. അത് സ്നേഹിത, നിന്നെ ഈ അനുഭവത്തിൽ നിന്ന് നേരായ പാതയിലേക്ക് നയിപ്പാൻ ഒരുവനെ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നീ മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടി അടയപ്പെട്ടത്. നീ ചോദിച്ചവരെല്ലാം കൈമലർത്തി കാണിച്ചത്. ആമേൻ. നീ ചെന്ന് അന്വേഷിച്ചത് കാണാതെ പോയത്. നീ ഒരുപാട് ആമേൻ പ്രതീക്ഷയോടെ ആമേൻ അയച്ച ആമേൻ ആ ആപ്ലിക്കേഷൻ മറുപടി വരാതിരുന്നത്. ആമേൻ. യേശു ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ആരും തുറക്കാത്തൊരു വാതിൽ യേശു നിനക്ക് വേണ്ടി തുറക്കുവാൻ അത്രേ. ഹല്ലേലൂയ. അത് അടയപ്പെട്ടത്. ഹല്ലേലൂയ. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും അത് ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ. നിന്റെ വടിയും പോലവനെ ആശ്വസിപ്പിക്കുന്നു. അതേ ദൈവത്തിന്റെ പൈതലേ, നീ കടന്നുപോയെടുത്ത് ഹല്ലേലൂയ ഒരനർത്ഥവും അതേ സംഭവിക്കാതെ അതേ ഭയപ്പെടാതെ മുമ്പോട്ട് പോകുവാൻ അതെ നിന്നോട് കൂടെയിരിക്കുന്ന ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഇന്ന് രാത്രി സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ അതേ വചനമായവൻ കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം ഹല്ലേലൂയ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തരെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തരെ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് തകർന്നു പോകുവാനല്ല, അതിനകത്ത് നീക്കുപോക്ക് നൽകി സമാന പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അനേകം ആശ്വസിപ്പിക്കുവാൻ നീ ശക്തനായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം മാത്രമേ ഈ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചതാ. ഈ ഒറ്റപ്പെടല്, ഈ ഏകാന്തത നിന്റെ ജീവിതത്തിന്റെ മുമ്പില് നിന്നെ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത നീ കണ്ടുമുട്ടിയവർക്കോ നിന്നെ പരിചയപ്പെട്ടവർക്കോ പരിഹരിച്ചു തരുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്നും നിന്റെ മുമ്പിൽ ആ പ്രശ്നം നിൽക്കുന്നത്. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ ദൈവവചനം ധ്യാനിക്കുമ്പോ ഉയരത്തിൽ അഭിഷേകം നിന്റെ മേൽ വരുന്ന സമയത്ത് നീ ദാവീദിനെ പോലെ ആ ഗോലിയാത്തിനെ തകർക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഇടങ്ങി ആയുധമായി ദാവീദ് പ്രയോജനപ്പെട്ടതുപോലെ അഭിഷക്തരെ നിന്നിലൂടെ അത്രേ നിന്റെ കുടുംബത്തിനെതിരെ വെല്ലുവിളിക്കുന്ന പൈശാചിക പദ്ധതിക്കകത്ത് നിന്ന് വിടുതൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് എന്റെ ജനത്തെ ആശ്വസിപ്പിൻ, ആമേൻ ആശ്വസിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ജനത്തെ ആശ്വസിപ്പിക്കുവാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ:
വരികയാണ്. ഹല്ലേലൂയ. യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, യെരൂശലേം പ്രാർത്ഥനാ സ്ഥലമാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൻ മടക്കാമോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കാമോ? രാത്രിയുടെ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റിരുന്ന് നിലവിളിക്കാമോ? നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ആശ്വാസം പ്രാപിപ്പാൻ കൊണ്ട് ഇടയായിത്തീരും. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീടുകൾ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുകയാണ്. എന്തിനാണ് 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗം പ്രാപിച്ച് അഭിഷക്തന്മാരിലൂടെ എഴുതി ക്രോഡീകരിച്ച് ദൈവസഭയ്ക്ക്, ദൈവ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്? ആമേൻ. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയോ നമ്മുടെ ഉപദേശത്തിനായിട്ട്. ഹല്ലേലൂയ. നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നതാ? റോമാലേഖനം 15-ാം അധ്യായം. ഹല്ലേലൂയ. 4-5 വാക്യം. എന്നാൽ നിങ്ങൾ ഐക്യമതപ്പെട്ട്, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഐക്യമതപ്പെടണം. ഭാര്യ ഭർത്താവും, ഹല്ലേലൂയ, അത് പടവലങ്ങ പോലെ പിരിഞ്ഞിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. അത് ഐക്യമതപ്പെട്ടിരിക്കേണ്ടതാ. ആമേൻ. എവിടെ ഐക്യത കെടുന്നുവോ, ആമേൻ, ഭർത്താവിന് കീഴ്പ്പെടാത്ത ഭാര്യമാർ എവിടെയുണ്ട് അവിടെ പ്രശ്നമാകട്ടോ. ഹല്ലേലൂയ. എത്ര കുടുംബങ്ങളാ തകർന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഭർത്താവ്, ആമേൻ, അത് സ്ത്രീയുടെ തലയാണ്. ഹല്ലേലൂയ. അത് പുരുഷന്റെ തല ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ തല ദൈവമാണ്. ഹല്ലേലൂയ. ഈ കീഴ്വഴക്കമില്ലാത്ത ഭവനം എവിടെയുണ്ടോ അവിടെ തകർച്ചയാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഐക്യമതപ്പെട്ട്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അതെ, കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനം. ഹല്ലേലൂയ. പലപ്പോഴും സന്ധ്യപ്രാർത്ഥനയില്ല, പലപ്പോഴും പ്രഭാത പ്രാർത്ഥനയില്ല, പലപ്പോഴും ഒരുമിച്ചിരുന്നുള്ള കൂട്ടായ്മയില്ല. ഹല്ലേലൂയ. ഐക്യതയില്ല. ഇന്ന് രാത്രി ഐക്യതയെ കെടുത്തുന്ന ദുഷ്ടപിശാചിന്റെ കരവലയത്തിനകത്ത് നിന്ന് നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ ശക്തനായ കുടുംബത്തിന്റെ നാഥനായ ക്രിസ്തു ഉപ്പരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നാഥനായി സ്വീകരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ആ ക്രിസ്തുവിലൂടെയുള്ള ആശ്വാസം പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും ആമേൻ നമ്മെ സ്നേഹിച്ച നിത്യാശ്വാസവും, ഹല്ലേലൂയ, അത് ദിവസവും ആശ്വാസം പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും ആമേൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാവരുടെയും ഹല്ലേലൂയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആമേൻ, എല്ലാത്തരം പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. ആമേൻ. ആശ്വസിപ്പിക്കുവാൻ, അതെ, വിസമ്മതിച്ചാൽ, ഹല്ലേലൂയ, വിശ്വാസികൾക്ക് ആമേൻ അത് നേടുന്നതിൽ പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, അതെ, ക്രിസ്തുവിലൂടെയുള്ള ആശ്വാസം അനുഭവിക്കുവാൻ, അതെ, അവന്റെ വിളി കേട്ടിറങ്ങി തിരിച്ച ദൈവമക്കൾ, ഹല്ലേലൂയ, കഷ്ടതയിൽ ആമേൻ പങ്കാളിത്തം വഹിക്കുന്നവരും ആശ്വാസവന്തിയും വർദ്ധിക്കും. ഹല്ലേലൂയ. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസേഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ എന്ത് ചെയ്തു? മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക. ലോക
രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ആ ശിശുവിനെ തകർത്ത് കളയുവാൻ, നശിപ്പിക്കുവാൻ പദ്ധതിയിട്ട രാജാക്കന്മാർ, ഹല്ലേലൂയ, അതേ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം ഇന്ന് രാത്രി നിന്നെയും നിന്റെ ദേശത്തെയും നിന്റെ കുടുംബത്തെയും തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട ദുഷ്ടപിശാചിന്റെ ആദ്യത്തിനപ്പുറം ജീവനോടെ ഇരുന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ കണ്ടിരിക്കുന്ന നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുവാൻ ദൈവം ശക്തൻ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ദൈവം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പ്രോത്സാഹിപ്പിച്ചത്, ഹല്ലേലൂയ, ആമേൻ, അതെ, എങ്ങനെയാണ്? ഹല്ലേലൂയ, ആമേൻ. എന്തിനു വേണ്ടിയാണ്? ആമേൻ. കുഴപ്പത്തിലായ അനേകരെ അതേ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നാം മക്കളെങ്കിൽ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഹല്ലേലൂയ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. ഹല്ലേലൂയ. അതുപോലെ റോമർ 8:17 ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും, ഹല്ലേലൂയ, അതേ, നമ്മളിൽ അനുഭവിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ തന്റെ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? പൂരിപ്പിക്കുക. ഹല്ലേലൂയ. ക്രിസ്തു, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ നിമിത്തം കഷ്ടം അനുഭവിക്കുകയും തന്റെ ജനത്തിൽ അവരുടെ നിമിത്തം, ഹല്ലേലൂയ, കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ഈ ഭൂമിയിൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുമ്പോൾ ചില വേദനകൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ പിറുപിറുക്കരുതേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് അവൻ പറയുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ അടുത്തറിയുവാൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വീണ് കിടക്കുന്ന ശൗലിനെ, ഹല്ലേലൂയ, ദൈവം അനുവദിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ യഥാർത്ഥമായി അവിടെ വെച്ച് അവൻ അറിയുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി അവനോടൊപ്പം മനഃപൂർവ്വം കഷ്ടപ്പെടുന്നവർ, ഹല്ലേലൂയ, അവന്റെ ആശ്വാസവും, ആമേൻ, അതേ, ആ പ്രോത്സാഹനവും, ഹല്ലേലൂയ, അറിയുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന്. ഹല്ലേലൂയ. രണ്ടാമതായി, ഇതുവരെ, ആമേൻ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വത്താൽ അവൻ നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യും? മനോഹരമാക്കും. ഹല്ലേലൂയ. നമ്മുടെ ഈ ശരീരത്തെ, ആമേൻ, അവൻ അനുരൂപമാക്കും. നാം വായിച്ച പ്രാരംഭ വാക്യത്തിൽ അവസാനമായി നീലക്കല്ലുകൾ എന്ന വലിയേറിയ ആ ധാതു ഉപയോഗിച്ച് അവൻ നിങ്ങൾക്ക് ശക്തമായ അടിത്തറയിടും. ഹല്ലേലൂയ. അതിനാൽ തുടർന്നുള്ള കഷ്ടപ്പാടുകളെ അതിജീവിക്കുവാനുള്ള ശക്തി, ആമേൻ, നമുക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടാതിരിക്കുവാൻ, ഹല്ലേലൂയ, നിങ്ങൾ പുതിയ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ കൊണ്ട് നിർമ്മിക്കപ്പെടുമെന്നാണ് ആ വചനത്തിലൂടെ അതേ നമുക്ക് ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ജീവനുള്ള ഒരു ദൈവത്തെ സേവിക്കുന്നുവെന്ന സത്യം നിങ്ങളെ കാണുന്ന ആളുകൾ എന്ത് ചെയ്യും? സാക്ഷ്യപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ആമേൻ സമ്പർക്ക മേഖലയിലെ നിങ്ങളുടെ കുടുംബത്തിന്റെയും ആളുകളുടെയും, ഹല്ലേലൂയ, മുമ്പിൽ നിങ്ങൾ രാജാക്കന്മാരായി ജീവിക്കത്തക്ക വിധത്തിൽ അതേ പരിശുദ്ധാത്മാവ് നിങ്ങളെ അത് രൂപാന്തരപ്പെടുത്തുമ്പോൾ നിങ്ങളെ കാണുന്നവർ അസൂയപ്പെടത്തക്ക വിധത്തിൽ നിങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവവചനം പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. കഷ്ടകാലങ്ങളിൽ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്നത് വലിയ വിടുതൽ ഉളവാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദാനിയേലും കൂട്ടരും, ഹല്ലേലൂയ, പ്രതികൂലത്തിലൂടെ കടന്നുപോയപ്പോൾ അവർ
പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ സമയം വേർതിരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കാമെങ്കിൽ എപ്പോഴും അവൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അവൻ ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്ങാൽ മടക്കി. എവിടെയെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാൽ മടക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം പ്രതിയോഗിയായ പിശാച് പരാജയപ്പെട്ട് ദൈവപ്രവൃത്തി അവൻ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഏലിയാവ് കർമ്മേലിൽ ഒറ്റയ്ക്ക് ആയിരുന്നു, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, കൂടപ്പുറപ്പേ, യൗവനക്കാര, അഭിഷക്ത, ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കാം. വെല്ലുവിളി നിലക്കൊണ്ട, ഭീഷണി നിലക്കൊണ്ട, ആമേൻ, അതെ ആമേൻ, ഹല്ലേലൂയ, കൊല്ലുമെന്നുള്ള ഭീഷണിയായിരിക്കാം, തകർത്ത് കളയുമെന്നുള്ള ഭീഷണിയായിരിക്കാം, ആശങ്കകളായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഏലിയാവിനെ പോലെ ഇടിഞ്ഞു കിടക്കുന്ന യാതൊരുവിടങ്ങളെ പുതുക്കിപ്പണിതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിശ്ചയമായും തീ കൊണ്ട് ഉത്തരം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഹല്ലേലൂയ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് പറയുന്ന 3 സാഹചര്യങ്ങൾ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അതേ, കഷ്ടം അനുഭവിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്താണ് അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. അനുഭവിക്കുകയോ കഷ്ടം സഹിക്കുകയോ ചെയ്യുക എന്നതാണ്. ഹല്ലേലൂയ. നാളുകളായി കഷ്ടം അനുഭവിക്കുന്നുണ്ടോ? കഷ്ടം സഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന ആമേൻ പൗലോസ്ലീഹ തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് അതെ ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ലോകപ്രകാരം ജീവിച്ച് പലതും വെട്ടിപ്പിടിക്കുവാൻ വ്യാമോഹിച്ച് പലരും കഷ്ടപ്പെട്ടിട്ട് ഹല്ലേലൂയ അതെ ആ ദുരിതകരമായ ജീവിതത്തിനുടമയായി നശിക്കുന്നത് പോലെ അല്ല, ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. നീയോ സകലത്തിലും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടി ആയി നിർത്തിക്കുക. ഹല്ലേലൂയ. എല്ലാ വിശ്വാസികളുടെയും പൊതുവായ ആമേൻ അവസ്ഥയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കഷ്ടപ്പെടുന്ന, വേദനപ്പെടുന്ന, നിരാശ, രോഗം, ദുഃഖം പേറി കഴിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും ഹല്ലേലൂയ അത് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം ഹല്ലേലൂയ അതെ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന്, പൗലോസിനോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമായി മാറി. ഇന്ന് രാത്രി കഷ്ടതയിലൂടെ, വേദനയിലൂടെ, നെടുവീർപ്പിലൂടെ കടന്നു പോകുന്ന അഭിഷേകനെ താങ്കൾ അനേകർക്ക് ആശ്വാസമായി മാറേണ്ടതിന്, അനേകരെ ഉറപ്പിക്കേണ്ടതിന്, അനേകരെ പ്രത്യാശയുടെ തീരത്തേക്ക് നയിക്കേണ്ടതിന് ആമേൻ നീ കരുത്തുറ്റ മനുഷ്യനായി മാറുവാൻ അത് ദൈവം ആമേൻ നിന്റെ ആമേൻ അതേ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വന്ന് നിനക്ക് ആമേൻ ഒരു മുന്നേറ്റം, ഒരു ഉയർച്ച, ഒരു വിശാലത നൽകുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായി ഹല്ലേലൂയ ദൈവം ഒന്നെങ്കിൽ നമ്മെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുകയോ ക്ഷമയോടെ സഹിക്കാൻ നമുക്ക് ആശ്വാസവും ശക്തിയും നൽകുകയോ ചെയ്യുന്നു. ഹല്ലേലൂയ. കഷ്ടതയിലാകുമ്പോൾ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് യാക്കോബ് അർത്ഥമാക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. എപ്പോഴും നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ആഗ്രഹിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ഹല്ലേലൂയ. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിപ്പിക്കും. ഹല്ലേലൂയ. അത് വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടതയിൽ ബുദ്ധിമുട്ടുകളും ആമേൻ അതെ ഒന്നുമില്ലാതെ ആമേൻ സന്തോഷം മാത്രമുള്ള സമയങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സമയം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറാകേണ്ടതാണ്. ഹല്ലേലൂയ. യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവരെ, എന്നെ പകയ്ക്കുന്നവരാ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ.
ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ എന്ത് ചെയ്യും? കീർത്തിക്കും. ഹല്ലേലൂയ. എന്റെ നാമം നിന്റെ നീതിയെ, നാളെല്ലാം നിന്റെ സ്തുതിയെയും എന്ത് ചെയ്യും? വർണ്ണിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി പാടുകയും, സ്തുതി പാടുകയും, നമ്മുടെ രാജാവിന് സ്തുതി പാടുകയും, സ്തുതി പാടുകയും. ഹല്ലേലൂയ. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവ് എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഏതു സമയവും നല്ലതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം ഇന്ന് രാത്രി ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ നാം തയ്യാറാണ്. എന്നാൽ നമുക്ക് ഇത് നന്നായി ചെയ്യുവാൻ കഴിയുന്ന സമയങ്ങൾ നമുക്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹല്ലേലൂയ. കൂടാതെ വിശുദ്ധ തിരുവെഴുത്തുകളിലും അതേ ശുശ്രൂഷയുടെ വേലയിലും നാം എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ. വർണ്ണഭവമായ ആ കല്ലുകളും ആ നീലക്കല്ലുകളും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ ദൈവം പ്രവർത്തിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഹല്ലേലൂയ ഉറവിടമായ സ്വർഗത്തിലെ വലിയവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ശനിയാഴ്ചയുടെ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥിതി ഗതികളെ നന്നായി മനസ്സിലാക്കി ഏത് കഷ്ടതയിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരായ ദൈവം, അങ്ങയുടെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചവരുടെ കഷ്ടതയിൽ പങ്കാളിയായി കൂടെയിരുന്ന് അവരെ ആശ്വസിപ്പിച്ച് അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതിന് കർത്താവ് കൂടെയിരുന്ന വിധത്തെ കുറിച്ചുള്ള സന്ദേശം ഇന്ന് രാത്രി ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആശ്വാസത്തിന്റെ ആമേൻ ഉറവിടമായ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച് അനേകരെ ആശ്വസിപ്പിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഹല്ലേലൂയ വിളികെട്ടിറങ്ങി തിരിച്ചവരുടെ മുമ്പിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. അതേ എല്ലാ കഷ്ടപ്പാടുകൾക്ക് ശേഷം ആമേൻ നീലക്കല്ലുകളുടെ ശക്തമായ അടിത്തറയുടെ ചെയ്യുമെന്ന് ആമേൻ അത് ഉറപ്പ് നൽകി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കുമായി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ അനുഗ്രഹങ്ങളെ ആമേൻ അതെ പ്രാപിക്കുവാനും അത് സ്വീകരിക്കുവാനും ഹല്ലേലൂയ ഇന്ന് രാത്രി അവരുടെ മേൽ കൃപ പകർന്നാട്ട് അവരുടെ മുമ്പിലുള്ള എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് അനുഗ്രഹമായി അനേകർക്ക് വിടുതലായി ഓരോ വ്യക്തികളും ഈ കാലഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുവാൻ സ്വർഗമിടയാക്കിയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വചനം കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി പോലെ കർത്താവേ ഹല്ലേലൂയ. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടു ആശ്വാസമറ്റവളും ആയുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞരത്തിൽ പതിക്കുകയും നീല കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിന്റെ താഴിക കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും ആമേൻ നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി അപ്രകാരം ആ ദൈവിക സമാധാനം ദൈവിക സന്തോഷം ഹല്ലേലൂയ അങ്ങയുടെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച അങ്ങയുടെ വചനത്തിൽ നിന്ന് പ്രാപിച്ച ജീവിപ്പാൻ കൃപ ലഭിച്ച എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക. അടികൾക്കായി കാലം ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ ഞായറാഴ്ചയാണല്ലോ 11:00 ശേഷം ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിൽ ആരാധനയുമായി കടന്നുവരും. സാഹചര്യവും സമയവും സന്ദർഭവും ഒക്കുന്നവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം.
ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ഈ കൂട്ടായ്മയോട് പങ്കാളിത്തം വഹിക്കുന്ന വിശേഷ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്തയിലെ എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിലുള്ള നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ശുഭരാത്രി. നാളെ വീണ്ടും നമുക്ക്